നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ എപ്പോഴും അവർ നിങ്ങളെ ഓർക്കുമോ? ഇല്ല. അവരുടെ പഠന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കില്ല. അവരുടെ കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കില്ല. ആഘോഷവേളകളിൽ ഓർക്കില്ല. അവർക്ക് സന്തോഷം ലഭിക്കുന്ന ഒരവസരത്തിലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കില്ല. എന്നാൽ അവർ നിങ്ങളെ ഓർക്കും എപ്പോൾ? അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, കൂടെ ആരുമില്ലാത്ത അവസ്ഥ വരുമ്പോൾ, അവർക്കൊരു പ്രയാസം വരുന്ന സമയത്ത്, ഒരു വിഷമം വരുന്ന സമയത്ത് അവർ നിങ്ങളെ ഓർക്കും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് തന്നെയല്ലേ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചെയ്യുന്നതും? നിങ്ങൾക്കൊരു സന്തോഷം വരുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കില്ല. പക്ഷെ നിങ്ങൾ ഓർക്കും എപ്പോൾ? നിങ്ങൾക്കൊരു പ്രയാസം വരുന്ന സമയത്ത്. കടത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ പറയും, അള്ളാഹുവെ എന്റെ കടങ്ങളൊക്കെ നീ വീട്ടിൽ തരണേ എന്ന്. എന്നാൽ കടത്തിലാകുന്നതിന് മുമ്പ് ദുആ ചെയ്തില്ല, നീ എന്നെ കടത്തിലാക്കല്ല റബ്ബേ എന്ന്. അസുഖം വന്ന ശേഷം ദുആ ചെയ്തു, എന്റെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി തരണേ റബ്ബേ എന്ന്. പക്ഷെ എനിക്ക് നീ രോഗങ്ങൾ തരല്ലേ എന്ന് ദുആ ചെയ്തില്ല. മക്കളെല്ലാം വഴിതെറ്റി പോയ ശേഷം ദുആ ചെയ്യുകയാ, എന്റെ മക്കളെയൊക്കെ നീ നന്നാക്കണേ എന്ന്. പക്ഷെ അവർ തെറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ എന്ന് ദുആ ചെയ്തോ? ഇല്ല. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ഒരാളേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. അവനെ ഒന്ന് സ്നേഹിച്ചു നോക്കൂ. നിനക്ക് മനസ്സിലാവും ദുനിയാവിൽ നീ കണ്ടെത്തിയ സന്തോഷങ്ങളൊന്നും ഒന്നുമല്ലായിരുന്നു എന്ന്.